ബലാത്സംഗ കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സമൂഹം മുഴുവൻ വിരൽ ചൂണ്ടുമ്പോഴും തന്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ പുതിയ തന്ത്രങ്ങളുമായി കോൺഗ്രസ് നേതാവ് ഫെനി നൈനാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. പരാതിക്കാരി രാഹുലിനെ സ്വകാര്യമായി കാണാൻ ആഗ്രഹിച്ചുവെന്ന് അവകാശപ്പെട്ട് ഫെനിയുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന വിവരം ഇപ്പോഴും തനിക്ക് അതിശയമായി തോന്നി എന്നാണ് ഇന്നലെ ഉറ്റ നൻപൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇത്രയുമധികം പ്രതിഷേധം സംസ്ഥാനമൊട്ടാകെ രാഹുലിനെതിരെ ഉയരുമ്പോഴും കേസിനെ വഴിതിരിച്ചുവിടാനുള്ള ഒരു പൊറാട്ടു നാടകമായാണ് നേതാവിന്റെ ഈ വെളിപ്പെടുത്തലിനെ കാണാൻ സാധിക്കൂ. രാഹുലിനെ സ്വകാര്യമായി കാണണമെന്ന് 2 മാസം മുമ്പായി യുവതി ആവശ്യപ്പെട്ടു. ഓഫീസിലെത്താൻ ആവശ്യപ്പെട്ടപ്പോൾ സ്വകാര്യമായി കാണണമെന്ന് പറഞ്ഞു. രാത്രിയായാലും കുഴപ്പമില്ലെന്ന് അറിയിച്ചുവെന്നാണ് ഫെനി നൈനാൻ അവകാശപ്പെടുന്നത്. പരാതിക്കാരിയുമായുള്ള വാട്സ്ആപ്പ് ചാറ്റ് എന്ന പേരിൽ സ്ക്രീൻഷോട്ടുകളും ഫെനി ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. പാലക്കാട് ഓഫീസിൽ ചെന്നാൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ അതുപോരാ, സ്വകാര്യത വേണമെന്നും ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫുമൊക്കെ ആയതുകൊണ്ട് സ്വകാര്യത ലഭിക്കില്ലെന്ന് അവർ പറഞ്ഞു. രാഹുൽ MLA ഫ്ളാറ്റിൽ കാണാമെന്നും 3-4 മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പരാതിക്കാരി തന്നോട് പറഞ്ഞു. ഫ്ളാറ്റിൽ രാത്രിയായാലും കണ്ടാൽ മതിയെന്ന് അവർ പറഞ്ഞു. ഫ്ളാറ്റിൽ അസൗകര്യമാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിലൊരു ഡ്രൈവ് പോകാമെന്നും MLA ബോർഡ് വെച്ച വണ്ടി വേണ്ട, അവർ വരുന്ന വണ്ടി മതിയെന്നും അവർ എന്നോട് പറഞ്ഞു. 2024 3 മണിക്കൂർ ബലാത്സംഗം ചെയ്ത ആളെ 2025 ഒക്ടോബറിൽ അതേ 3 മണിക്കൂർ ഒറ്റയ്ക്ക് കാണണമെന്ന് പറഞ്ഞതിന്റെ ലോജിക് എന്താണെന്നും ഫെനി ചോദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന വിവരം തനിക്ക് അതിശയമായി തോന്നിയെന്നാണ് ഇന്നലെ ഫെനി ഫേസ്ബുക്കിൽ കുറിച്ചത്. അതിജീവിത തന്നോട് 2025 നവംബർ വരെ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും കോടതിയിൽ തെളിവായി കൊടുക്കാൻ ഈ കേസ് വാദിക്കുന്ന അഭിഭാഷകന് നൽകിയിട്ടുണ്ടെന്നും ഫെനി പറഞ്ഞിരുന്നു. ഇതൊക്കെയാണ് സുഹൃത്തിനെ സംരക്ഷിക്കാനുള്ള ഫെനിയുടെ വെളിപ്പെടുത്തലുകൾ. എന്നാൽ പരാതിക്കാരിക്കെതിരെ ഇത്ര വലിയ പോയിന്റ്സുമായി എത്തിയ ഫെനി ഇത്രയും നാൾ എവിടെയായിരുന്നു? ഇങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെ 2 വ്യക്തികളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ താങ്കൾ എന്തിനിടപെട്ടു? പരാതിക്കാരിയിൽ നിന്നും രാഹുൽ എന്തിന് ഓടി ഒളിക്കാൻ ശ്രമിച്ചു? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. പീഡകനെ സംരക്ഷിക്കാനായി പുറത്തുവിട്ട ഈ ചാറ്റ് മാത്രം മതി ഇയാൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏജന്റ് ആണെന്ന് മനസ്സിലാക്കാൻ. ഇത്രയൊക്കെ വിവാദമായിട്ടും രാഹുലിനെ പിന്തുണയ്ക്കാനായി കോൺഗ്രസുകാർ തന്നെ എത്തുന്നത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമല്ലേ എന്ന് പൊതുസമൂഹം ഇപ്പോഴും ചോദിക്കുന്നു. രഞ്ജിത പുളിക്കൻ, സന്ദീപ് വാര്യർ, രാഹുൽ ഈശ്വർ എന്നിവരെല്ലാം തന്നെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഇവരെല്ലാം തന്നെയാണ് അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയതും. ഇത്തരത്തിൽ വെളിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാഹുൽ ഈശ്വറിനെതിരെ ഉണ്ടായ അറസ്റ്റ്. എന്നാൽ പുറത്തിറങ്ങിയിട്ടും രാഹുൽ ഈശ്വർ അതിജീവിതക്കെതിരായാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. എന്തൊക്കെയുണ്ടായാലും രാഹുലിനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസിൽ ആളുകളുണ്ട്. ഇതിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം, പീഡനത്തിന് പിന്നിലും അതിനുശേഷം ഇരകളോട് കാണിക്കുന്ന നീതി നിഷേധങ്ങൾക്കു പിന്നിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്കല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഉറച്ച സ്വരത്തിൽ പറയേണ്ടി വരുന്നത്, മാങ്കൂട്ടത്തിന്റെ മാത്രമല്ല, ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കുന്നവരെയും അകത്തിടുകയും തക്കതായ ശിക്ഷ കൊടുക്കുകയും വേണം.